ഗൈസ് എന്നതാ പരിപാടീസ്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ട്രാബീറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ സാഡ് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ച് കലിപ്പിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ള് ഓർക്കസ്ട്രയിലാണ് പിടിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് കുറേ സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ ഒരു സെഗ്മെന്റിൽ ഉള്ള ഒരു ഒരു സൗണ്ട്സ് മാത്രം പിടിക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനൊരു പ്ലാനിലാണ് നമ്മൾ ഇന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പറഞ്ഞ കണക്ക് അഗ്രസീവ് ആണ്. അപ്പോൾ 140 BPM-ലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മെലഡി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രിങ്ങിൽ ഒരു മെലഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനൊരു ലെയറും കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ലെയർ കൊടുത്ത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ അതിന് ലെയർ കൊടുത്തു. സ്ട്രിങ്ങിൽ തന്നെയാണ് നമ്മൾ ലെയർ വീണ്ടും പോയേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ലെയർ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതുകൂടെ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത് ആഡ് ചെയ്ത ലെയർ നമ്മൾ കുറച്ച് സസ്റ്റെയിൻ ചെയ്താണ് നമ്മൾ വിട്ടേക്കുന്നത്. സ്ട്രിങ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വീണ്ടും അതിന് നമുക്ക് ലെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ കൊടുത്തു നോക്കാം. ഓക്കെ, നമ്മൾ അതും കൊടുത്തു. ഇനി നമുക്കൊരു ഡബിൾ ബാസ് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫില്ലപ്പ് ആവും. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് നമുക്ക് നിൽക്കും. അപ്പോൾ നമുക്ക് ഡബിൾ ബാസ് കൂടെ കൊടുത്തു നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് മെയിൻ മെലഡി കൊടുക്കാം. മെയിൻ മെലഡി എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്നിക് സൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പാൻഡ് VST കിടപ്പുണ്ട്. നമുക്ക് എക്സ്പാൻഡ് എന്നുള്ള VST നിന്ന് നമുക്കൊരു എത്നിക് സൗണ്ട് നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ലെയർ കൂടെ കൊടുക്കാം. ആ ലെയർ കൊടുത്ത് നമ്മൾ കുറച്ചൊരു മില്ലി സെക്കൻഡ് നമ്മൾ ഇറക്കിയാണ് ഇടുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വേറൊരു സാധനം കിട്ടും. കുറച്ചുകൂടെ റിതം, കുറച്ചുകൂടെ രസമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെലഡി പോർഷൻ നമ്മൾ ഫുള്ള് തീർത്തേക്കാണ്. ഇനി നമുക്ക് നേരെ ഡ്രംസിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് അയ്യാരി കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹൈഹാരി കൊടുത്തു. ഹൈഹാരി നമ്മൾ ഇടയ്ക്ക് ചെറിയ റോൾസ് നമ്മൾ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്നെയറിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ സ്നെയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നെയർ കൊടുത്തു. ആ സ്നെയറിനാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചെറിയ സ്നെയർ റോൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കൗണ്ടർ സ്നെയർ കൊടുക്കണം. ഓക്കെ, കൗണ്ടർ സ്നെയർ കൊടുത്തു. ഇനി നമുക്കൊരു ഓപ്പൺ ഹൈഹാരി കൊടുത്ത് നോക്കാം. എനിക്ക് ഇനി ഒരു ഓപ്പൺ ഹൈഹാരി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ കൊടുത്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇതാവും, നമുക്കൊന്ന് എടുത്ത് നിൽക്കും. അപ്പോൾ അതുകൂടെ കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ഹൈഹാരി കൊടുത്തു. ഇനി നമുക്ക് നേരെ കിക്കിലോട്ട് പോവാം.
അപ്പോൾ നമ്മൾ കിക്ക് കൊടുത്ത് കുറച്ചധികം കിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 140 BPM-ലാണ് പോകുന്നത് കിക്ക്. നമ്മളപ്പോൾ കുറച്ചുകൂടെ ബൗൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ള ഭാഗത്തെല്ലാം നമ്മൾ പറ്റുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫില്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 808 പോകാം. നമ്മൾ 808 വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ 808 പോയേക്കുന്നത്. ഇടയ്ക്ക് ചെറിയ നോട്ട്സ് ഒക്കെ നമ്മൾ കയറ്റി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രംസും ഫുള്ള് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫുൾ ബീറ്റ് ഒന്ന് അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി കുറച്ച് ക്രാഷസ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കിടന്ന ബെല്ലൈക്കനോട് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.